ഈ ഭക്തി നിങ്ങളിൽ ഉണ്ടാക്കാൻ ഒരു ഗുരുവിന് ആകില്ല. നിങ്ങളുടെ ഉള്ളിൽ അതുണ്ടെങ്കിൽ, പൂർവജന്മാർജിതമായിട്ട് അതുണ്ടെങ്കിൽ അതിനെ ജ്വലിപ്പിച്ചെടുക്കാൻ ഗുരുവിനാകും. ആത്മീയമായിട്ടുള്ളതും എല്ലാ തരത്തിലുമുള്ള പ്രൊട്ടക്ഷൻ ഗുരുവിൽ നിന്ന് കിട്ടും. ഈശ്വരനെ പോലെയുള്ള പ്രൊട്ടക്ഷൻ യഥാർത്ഥ ഗുരുവിൽ നിന്ന് കിട്ടും. നമ്മളിലെ ഈഗോയെ, അഹംബോധത്തിന് പൂർണ്ണമായിട്ടും നശിപ്പിക്കാൻ നമ്മളെ സഹായിക്കുന്നത് യഥാർത്ഥ ഭക്തിയാണ്. സർ, എന്താണ് യഥാർത്ഥ ഭക്തി? ഒരു വ്യക്തിക്ക് യഥാർത്ഥ ഭക്തി ഉണ്ടാവാൻ ഒരു ശരിയായ ഗുരുവിന്, ഒരു യഥാർത്ഥ ഗുരുവിന് എങ്ങനെയൊക്കെ സഹായിക്കാനാകും? അപ്പോൾ എന്താണ് ശരിയായ ഭക്തി? ഒരു വ്യക്തിക്ക് ശരിയായ ഭക്തി ഉണ്ടാകാൻ ഒരു യഥാർത്ഥ ഗുരു വേണം. യഥാർത്ഥ ഗുരു എന്ന് പറയുമ്പോൾ ഒരു വർത്തി ഗുരു. അദ്ദേഹത്തിന് എങ്ങനെ സഹായിക്കാൻ പറ്റും? ഇതാണ് ചോദ്യം. ഇതിന് ഉത്തരം പറയും മുന്നേ ഇവിടെ ചോദിച്ച ഒരു കാര്യമാണ്. അപ്പം ഒരാൾക്ക് യഥാർത്ഥ ഭക്തി ഉണ്ടാകാൻ ഒരു ഗുരുവിന് എങ്ങനെ ആ വ്യക്തിയെ സഹായിക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പം നിങ്ങൾക്ക് ശരിയായിട്ട് ഒരു ഗുരുവിനെ കുറിച്ചൊരു ധാരണ ആദ്യം ഉണ്ടാകണം. ഗുരുവിന് എന്ത് കഴിയും, എന്ത് കഴിയില്ല എന്നുള്ളത്. ഇതൊരു അത്യാവശ്യമായിട്ടുണ്ടാകേണ്ടുന്ന ഒരു ബോധമാണ്. കാരണം നിങ്ങൾ ആദ്യമേ മനസ്സിലാക്കേണ്ടത്, ഗുരു ഒരു ക്രിയേറ്റർ അല്ല. അദ്ദേഹം ഒരു ആക്ടിവേറ്റ് ചെയ്യുന്ന ഒരാളും അല്ലെങ്കിൽ ഇനിഷ്യേറ്റ് ചെയ്യുന്ന ഒരാളും അതിൻ്റെ പ്രൊട്ടക്ടർ ഓൾസോ. അതായത് നിങ്ങളിലില്ലാത്തതൊന്നും ഉണ്ടാക്കിയെടുക്കാൻ ഒരു ഗുരുവിനും ആകില്ല. ഈ ഭക്തി നിങ്ങളിൽ ഉണ്ടാക്കാൻ ഒരു ഗുരുവിന് ആകില്ല. നിങ്ങളുടെ ഉള്ളിൽ അതുണ്ടെങ്കിൽ, പൂർവജന്മാർജിതമായിട്ട് അതുണ്ടെങ്കിൽ അതിനെ ജ്വലിപ്പിച്ചെടുക്കാൻ ഗുരുവിനാകും. ഇത് ഭക്തിയുടെ കാര്യത്തിൽ മാത്രമല്ല. കാരണം ഇതൊരുപാട് പേർക്ക് ഒരു അബദ്ധങ്ങൾ ഉണ്ടാക്കാറുണ്ട്. കാരണം പലരും ഞാൻ കണ്ടിട്ടുണ്ട്, അവരേതെങ്കിലും സ്പിരിച്വൽ ഓർഗനൈസേഷൻസിലോ അല്ലെങ്കിൽ യോഗ പോലുള്ള വിദ്യകളൊക്കെ പഠിപ്പിക്കുന്ന ഓർഗനൈസേഷൻസിൽ, മെഡിറ്റേഷൻ അല്ലെങ്കിൽ ഏതെങ്കിലും സ്വാമിയുടെയോ സന്യാസിയുടെയോ ആത്മീയ പ്രഭാഷകന്റെയോ ഒക്കെ പ്രസംഗം കേട്ടിട്ട് അതിൽ നിന്നുമൊക്കെ പറയുന്ന ഏതെങ്കിലും മന്ത്രങ്ങളെ എടുത്ത് ജപിച്ചിട്ടോ ധ്യാനം ചെയ്തിട്ടോ ഒക്കെ ചെയ്യുമ്പോൾ ചിലർക്ക് ചില അനുഭവങ്ങളുണ്ടാകും. ഇപ്പോൾ നിങ്ങളൊരു യോഗ പഠിപ്പിക്കണ ഒരു ഓർഗനൈസേഷൻ, അവിടെ നിങ്ങൾ അവരുടെ ഫീസ് അടച്ചിട്ട് നിങ്ങളവിടെ ചെല്ലുമ്പോൾ അവർ ചിലപ്പോൾ 100-150 പേരോ ഒരുമിച്ചിരുത്തിയിട്ട് നിങ്ങൾക്ക് അവർ മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യിപ്പിക്കണം എന്ന് വിചാരിക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ ചിലപ്പോൾ അതിനകത്ത് ഈ മെഡിറ്റേഷൻ കഴിഞ്ഞിട്ട് അവർ നിങ്ങളുടെ എക്സ്പീരിയൻസ് ചോദിക്കും. ആ എക്സ്പീരിയൻസ് ചോദിക്കുമ്പോൾ ഒരു 150 പേര് ഇരുന്നതിൽ ചിലപ്പോൾ ഒരു 5 പേർക്കായിരിക്കും അവരിങ്ങനെ മെഡിറ്റേറ്റ് ചെയ്തപ്പോൾ പ്രകാശം കാണുകയോ അല്ലെങ്കിൽ ഡിവൈൻ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുള്ളത്. ബാക്കി 148 ആളുകൾക്ക് ഇതുണ്ടായിട്ടില്ല. 5 പേർക്കായിരിക്കും അതുണ്ടായിട്ടുള്ളത്. അപ്പം ഇങ്ങനെ ഈ 5 പേര്, അപ്പം ഇവർ പിന്നെ ഈ 5 പേർക്ക്
ഈ ഓർഗനൈസേഷനിലുള്ള ആളുകൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കും. അവരെ കൂടുതൽ ഇങ്ങനെ തങ്ങളുടെ ഓർഗനൈസേഷൻസിലോട്ട് അട്രാക്ട് ചെയ്തിടാനും ഇവരെ പിടിച്ചു നിർത്താനും തോന്നും. അവർ ശ്രമിക്കും. അതിനാണ് അവർ മെഡിറ്റേഷൻ ആദ്യം തന്നിട്ട് നമ്മുടെ എക്സ്പീരിയൻസ് ചോദിക്കുന്നത്. കാര്യം അവർക്കറിയാം നിങ്ങളുടെ ഉള്ളിൽ ഈ സാധനം ഉണ്ട്. അതൊരു സൈഡ്. ഇനി ഇത്തരത്തിൽ ഈ ഓർഗനൈസേഷൻസിലൊക്കെ പോയിട്ട് അവരുടെ കോഴ്സ് പല കോഴ്സാണല്ലോ. ഹാപ്പിനെസ് കോഴ്സ്, ബേസിക് കോഴ്സ് അല്ലേ. അപ്പോൾ ഇതൊക്കെ ചെയ്തിട്ട് ഇതൊക്കെ പോയിട്ട് കുറേ കാലം കഴിയുമ്പോൾ ഇവർക്കിത് മടുക്കും. ഈ പോയ ആളുകൾക്ക് പിന്നീട് അവരുടെ ഉള്ളിൽ ഈ സ്പിരിച്വാലിറ്റി ഉള്ളത് കൊണ്ട് തീർച്ചയായിട്ടും അവർ മറ്റുള്ള ഗുരുക്കന്മാരുടെ പ്രഭാഷണങ്ങൾ കേൾക്കുകയോ, ചില ആൾക്കാർ മറ്റുള്ള ഓർഗനൈസേഷൻസിൽ പോകും. അത് കർമ്മഗതിക്കനുസരിച്ച് ഓരോരുത്തരും എത്ര കാലം ഇങ്ങനെ അലഞ്ഞു തിരിയണം എന്ന് വെച്ചാൽ അതുണ്ടാവും. അപ്പൊ പലരും ഇവർ വേറെ എവിടെ പോയാലും ഇവർ പറയും, എനിക്ക് അവിടെ പോയപ്പോഴാണ്, എനിക്ക് അവിടെ നിന്നാണ് ഇത് കിട്ടിയത്. എന്ത് കിട്ടിയത്? നിങ്ങൾ കണ്ണടച്ചിരുന്നപ്പോൾ പലരും വന്നിട്ട് പറയും, സർ ഞാൻ അവിടെ പോയപ്പോഴാണ്, അവിടെ നിന്നാണ് എനിക്കിത് കിട്ടിയത്. എന്ത് കിട്ടിയത്? അവർ പറയണ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ ആ മെഡിറ്റേഷന്റെ ഫലമായിട്ടാണ് നിങ്ങൾക്കിത് കിട്ടുന്നത് എങ്കിൽ അവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ഇത് കിട്ടണ്ടേ? കിട്ടണം അല്ലേ? അപ്പൊ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, നിങ്ങൾക്ക് കിട്ടിയത് നിങ്ങളുടെ പൂർവജന്മ കർമ്മത്തിനനുസരിച്ചിട്ടാണ്. അപ്പൊ നിങ്ങളിൽ ഉള്ളതിനെ ജ്വലിപ്പിക്കാൻ മാത്രമേ ഗുരുവിന് കഴിയുള്ളൂ. അതിപ്പോ ആത്മീയതയിലെന്ന് മാത്രമല്ല, ഏതിലായാലും നമുക്കറിയില്ല. ഇപ്പൊ പാട്ട് പഠിക്കാൻ, സംഗീതം പഠിക്കാൻ പോകണം, ഒരു സംഗീത അഭിരുചി ഉണ്ടാക്കിയെടുക്കാൻ ഒരു ഗുരുവിന് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല അല്ലേ. ടാലന്റ് എന്ന് പറയുന്നത് ബോൺ ആണ്, ബൈ ബർത്ത്. അങ്ങനെ ഇതിനെ നമുക്ക് പോളിഷ് ആക്കിയെടുക്കാൻ പറ്റും, ഇതിനെ ജ്വലിപ്പിച്ചെടുക്കാൻ പറ്റും. അതാണ് ഒരു ഗുരുവിന്. അപ്പൊ നിങ്ങളിൽ ഇല്ലാത്ത ഭക്തിയെ ഗുരുവിന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. അതൊരു സഹജമായിട്ട് നമുക്ക് ഉണ്ടാക്കേണ്ടതാണ് ഒരു ഭക്തി എന്ന് പറയാം. ഭക്തി എന്നല്ല എല്ലാ കാര്യങ്ങളും. അപ്പൊ അതുപോലെ തന്നെയാണ് ഗുരു ഒരു പ്രൊട്ടക്ടറും കൂടിയാണ്. അതായത് ഇപ്പോൾ നമ്മൾ ഒരു ചെടി, ഒരു വൃക്ഷം നമ്മൾ നട്ടു വളർത്തണം. ഒരു ആൽമരം ആയിരിക്കാം, അപ്പം നമ്മൾ നട്ടു വളർത്തണം. ആൽമരം നമുക്കറിയാം വളരെ ശക്തമായൊരു വൃക്ഷമാണ്. അത് വളർന്നിങ്ങനെ പന്തലിക്കും. പക്ഷെ അത് ചെറുതായിരിക്കുമ്പോൾ അത് സംരക്ഷിക്കപ്പെടേണ്ടതായിട്ടുണ്ട് അല്ലേ. അപ്പോഴ് ആൽമരം എന്നല്ല, ഏത് വൃക്ഷമായാലും. ഇപ്പം ഒരു ഗുരുവിന് ഒരു പ്ലാവിൻ്റെ തൈ കൊണ്ട് നട്ടിട്ട് ഈ പ്ലാവിനെ വളർത്തി ഈ പ്ലാവിൽ നിന്ന് മാമ്പഴം പൊട്ടിച്ചെടുക്കാൻ ഗുരുവിന് കഴിയില്ല. ആ പ്ലാവ് വളർന്ന് അത് പ്ലാവ് ചക്ക തന്നെ തരും. ഗുരു ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു പ്ലാവിൽ നിന്നും ചക്ക മാറിയിട്ട് മാങ്ങ വരാറില്ല. പിന്നെ ഇവിടെ എന്താണ് ഗുരുവിൻ്റെ റോള്? ഗുരുവിൻ്റെ റോളെന്ന് പറഞ്ഞാൽ ഗുരു ഒരു ഫെൻസ് പോലെയാണ്. ഒരു വൃക്ഷത്തിൻ്റെ തൈ നമ്മൾ നട്ടു വളർത്തുമ്പോൾ ഒരു വേലി എങ്ങനെ അതിനെ എപ്രകാരം സഹായിക്കണം അല്ലേ. ഈ വൃക്ഷത്തിൻ്റെ ക്വാളിറ്റി നിർണ്ണയിക്കുന്നത് ഡെഫിനറ്റ്ലി അതിൻ്റെ വിത്തും, പിന്നെന്താണ്, അത് വളരുന്ന മണ്ണ്, പിന്നെ കൊടുക്കുന്ന ആർട്ടിഫിഷ്യലി നമ്മൾ കൊടുക്കുന്ന ഫെർട്ടിലൈസേഴ്സ്, ആർട്ടിഫിഷ്യലായിട്ടായാലും നാച്ചുറൽ ആയിട്ടുള്ള ഫെർട്ടിലൈസേഴ്സ്. അപ്പോഴിത് നമ്മൾ ജനിച്ച് വളരുന്ന സാഹചര്യം, അതാണ് മണ്ണ്. പിന്നെ നമ്മൾ സ്വീകരിക്കുന്ന കാര്യങ്ങൾ, സ്വാധ്യായനം കൊണ്ടും മറ്റുള്ള കാര്യങ്ങൾ കൊണ്ടും വളം പോലെ. പിന്നെ ഇതിൻ്റെ വിത്ത് എന്ന് പറയുന്നത് നമ്മൾ ശരിക്ക് നമ്മുടെ പൂർവജന്മാർജിതമായിട്ടുള്ള സഹജവാസനകളാണ്. ഇത് മൂന്നും ചേർന്നൊരു വൃക്ഷം ഇങ്ങനെ വളർന്നു വരുമ്പോൾ ഇതിന് എത്ര വലിയ ഗംഭീര വൃക്ഷമായാലും ശരി, ഇതൊരു തൈ ആയിരിക്കുമ്പോൾ ഇത് നശിപ്പിക്കപ്പെടാൻ എളുപ്പമാണ് അല്ലേ. അപ്പോൾ ഒരു ശക്തമായ ഒരു വേലി കെട്ടി നമ്മൾ ഈ വൃക്ഷത്തിനെ വളർത്തിയെടുത്തു കഴിഞ്ഞാൽ ഈ വൃക്ഷം വളർന്നൊരു വടവൃക്ഷമായി തീരും, അല്ലെങ്കിൽ ഒരു വലിയ വൃക്ഷമായി കഴിയുമ്പോൾ ഈ വേലി പൊളിച്ചു കളയും.
ചിലപ്പം ഇത് വളർന്നു തന്നെ ഇതിന്റെ വളർച്ച കൊണ്ട് തന്നെ വേലി ചിലപ്പോൾ പൊളിഞ്ഞു പോയി എന്ന് വരും. അപ്പൊ അതാണ് ഗുരുവിന്റെ റോൾ. അപ്പൊ ആത്മീയതയിൽ അത് തന്നെയാണ് ശരിക്കും സംഭവിക്കുക. ഇപ്പൊ ഒരു വേലി ഒരാളിനെ, ഒരു വൃക്ഷത്തിനെ പ്രൊട്ടക്ട് ചെയ്യണത് എങ്ങനെയെന്ന് പറയുമ്പോഴത്തേക്ക് മറ്റുള്ള പക്ഷിമൃഗാദികളിൽ നിന്നോ മനുഷ്യരിൽ നിന്നോ സംടൈംസ് കാറ്റ് പോലുള്ള പ്രകൃതി ശക്തികളിൽ നിന്നോ അങ്ങനെയൊക്കെയാണ്. പക്ഷെ ഗുരു മറ്റുള്ള രീതിയിൽ ആത്മീയമായിട്ടുള്ളതും എല്ലാ തരത്തിലുമുള്ള പ്രൊട്ടക്ഷൻ ഗുരുവിൽ നിന്ന് കിട്ടും. ഈശ്വരനെ പോലെയുള്ള പ്രൊട്ടക്ഷൻ യഥാർത്ഥ ഗുരുവിൽ നിന്ന് കിട്ടും. അപ്പൊ അതൊരു കോൺസെപ്റ്റ് നിങ്ങൾ മനസ്സിലാക്കണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലുള്ള അബദ്ധങ്ങൾ പറ്റും. ഒരു ഗുരുവിനും നിങ്ങളിൽ ഇല്ലാത്തതിനെ വളർത്തിയെടുക്കാൻ പറ്റില്ല. പിന്നെ യഥാർത്ഥ ഭക്തി എന്ന് പറഞ്ഞാൽ ശരിക്കും ഭക്തി എൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ് ആണ് കേട്ടോ. അപ്പം നമുക്ക് ഒരുപാട് ഭക്തന്മാരുണ്ടല്ലോ. ഇപ്പം ഉദ്ധവര്, പിന്നെ നമ്മുടെ കുചേലൻ, അങ്ങനെ ഇപ്പം പെട്ടെന്ന് ആരും പേരുകൾ ഓർമ്മ വരുന്നില്ല. ഒത്തിരി ഭക്തന്മാരുണ്ട്. ഇപ്പം ഹനുമാൻ സ്വാമി, അദ്ദേഹത്തിൻ്റെ ഭക്തി രാമഭക്തി. അപ്പോൾ ഇതൊക്കെ ശരിയാണ്. ഇതൊക്കെ ശരിക്കും ആ ഭക്തി നമുക്ക് ഏത് തരത്തിൽ ഗുണം ചെയ്യണമെന്ന് വെച്ചാൽ നമ്മളിലെ ഈഗോയെ, അഹംബോധത്തിനെ പൂർണ്ണമായിട്ടും നശിപ്പിക്കാൻ നമ്മളെ സഹായിക്കുന്നത് യഥാർത്ഥ ഭക്തിയാണ്. കംപ്ലീറ്റ് സറണ്ടറിങ് ആവണ ഒരു ഭക്തിയുണ്ട്. നമ്മൾ നമ്മുടേത് ആയിട്ട് ഒന്നുമില്ലാത്തൊരു ഭക്തി, നിഷ്കാമ ഭക്തി എന്നൊക്കെ അതിന് വേദാന്ത ഭാഷ്യം. നിഷ്കാമമായിട്ടുള്ള ഭക്തി. കുചേലൻ നമുക്കറിയാലോ അല്ലേ? ഏതൊരു ദുരിതത്തിൽ നിന്നിട്ടാണ് അദ്ദേഹം ഭഗവാനെ കാണാൻ പോയത്. പക്ഷെ ആ സന്നിധിയിലെത്തിയപ്പോൾ ആ ഭഗവാന്റെ നിറവിലായിപ്പോയി. ആര്? കുചേലൻ. ആ ഭഗവാന്റെ നിറവില് കുചേലൻ സ്വയമേവ മറന്നു. ഞാൻ കുചേലനാണെന്നുള്ളതും ഞാൻ എന്തിനിവിടെ വന്നു എന്നുള്ളതും ഒക്കെ എന്ത് ചെയ്തു? അദ്ദേഹം മറന്നു. ആ സമയത്താണ് ശരിക്കും ഭഗവാന്റെ സർവ വിഭൂതികളാലും ആ കുചേലൻ അനുഗ്രഹിക്കപ്പെടുന്നത്. അപ്പൊ നമ്മളുടെ ഈഗോയെ, ഞാനും ഈശ്വരനും രണ്ടാണ് എന്നുള്ള ആ ഒരു ബോധത്തിന് പൂർണ്ണമായും ഇല്ലായ്മ ചെയ്യുന്നത് ഏത് ഭാവത്തിലാണോ, ഇല്ലായ്മ ചെയ്യപ്പെടുന്നത് അത് ഏത് ഭാവത്തിലാണോ അത് തന്നെയാണ് യഥാർത്ഥത്തിലുള്ള ഭക്തി. എൻ്റെ ഭഗവാൻ എന്നതിൽ നിന്ന്, അല്ലെങ്കിൽ എൻ്റെ ദൈവം എന്നതിൽ നിന്ന് ഞാൻ ദൈവത്തിൻ്റെതാണ് എന്ന തരത്തിൽ നമ്മുടെ ബോധം ഷിഫ്റ്റ് അപ്പോഴാണ് നമുക്ക് യഥാർത്ഥത്തിലുള്ള ഭക്തി ഉണ്ടാവുക. അത് ഇന്നിപ്പോൾ യഥാർത്ഥ ഭക്തരാണെന്നൊക്കെ അവകാശപ്പെടുന്ന പലരും അറിയാം നമുക്ക്. അവർക്ക് ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ അവർക്ക് ഒരു അന്യതാബോധം ഉണ്ടാവുകയും ഭഗവാനോട് തന്നെ അവർ പിണങ്ങുന്ന അവസ്ഥകളുമൊക്കെ ധാരാളം ഉണ്ടാകാറുണ്ട്. അപ്പം അതല്ല ശരിക്ക് യഥാർത്ഥത്തിലുള്ള ഭക്തി എന്ന് വെച്ചാൽ നമ്മൾ പൂർണ്ണമായിട്ടും ഈശ്വരന് കീഴ്പ്പെട്ട് ദൈവഹിതം എന്താണോ, അല്ലെങ്കിൽ ഭഗവാന്റെ ഹിതം എന്താണോ അതിനെ പൂർണ്ണമായിട്ടും നമ്മൾ അംഗീകരിച്ചുകൊണ്ട് ഈശ്വരനിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ളൊരു ബോധം നമുക്കില്ലാത്തൊരവസ്ഥയിലേക്ക് എത്തിച്ചേരലാണ് ശരിയായിട്ടുള്ളൊരു ഭക്തി, നിഷ്കാമമായിട്ടുള്ളൊരു ഭക്തി.